ഹലോ, നമസ്കാരം. കൗതുകമുള്ളൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് എത്ര ഉറ്റ ചങ്ങാതിമാരുണ്ട്? അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾ ആരുടെയെങ്കിലും ഉറ്റ ചങ്ങാതിയാണോ? എങ്ങനെയാണ് ഒരാളിന്റെ ഉറ്റ ചങ്ങാതി ആവുക? ആലോചിച്ചിട്ടുണ്ടോ? സൗഹൃദത്തിന്റെ ഡെൻബർ നിയമങ്ങൾ. ഉറ്റ സുഹൃത്തിനെ കിട്ടണോ 200 മണിക്കൂർ പ്രയത്നിക്കണം. എല്ലാവർക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം. റൂബിൻ ഡെൻബർ എന്ന എവല്യൂഷണറി സൈക്കോളജിസ്റ്റ് എഴുതിയൊരു പുസ്തകമാണ് ഫ്രണ്ട്സ് അണ്ടർസ്റ്റാൻഡിംഗ് ദ പവർ ഓഫ് അവർ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റിലേഷൻസ്. നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളെ കുറിച്ച് ആ പുസ്തകം നൽകുന്ന രസകരമായ ഉൾക്കാഴ്ചകളെ കുറിച്ചാണ് ഈ വീഡിയോ. ആരാണ് നമ്മുടെ ഉറ്റ സുഹൃത്ത്? ആരാണ് സുഹൃത്തുക്കൾ? ആരാണ് പരിചയക്കാർ? എല്ലാവരുമായും സൗഹൃദം സാധ്യമാണോ? ഉറ്റ സൗഹൃദം സാധ്യമാണോ? സുഹൃത്തുക്കൾ എന്ന് വിചാരിക്കുന്ന ചിലർ അടുത്തു വരുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു നെഗറ്റീവ് എനർജി നമ്മെ പൊതിയുന്നത്? എന്തുകൊണ്ടാണ് ചിലരെ വീണ്ടും വീണ്ടും കാണാനും വർത്തമാനം പറഞ്ഞിരിക്കാനും നമുക്ക് തോന്നുന്നത്? ആ രഹസ്യത്തിന്റെ താക്കോലാണ് റൂബിൻ ഡെൻബറിന്റെ പുസ്തകം. ഒരാൾക്ക് ഒരേ സമയം നിലനിർത്താൻ കഴിയുന്ന സ്റ്റേബിൾ റിലേഷന്റെ എണ്ണം ഡെൻബർ നിർവചിച്ചിട്ടുണ്ട്. ഏകദേശം 150 ആണ് ആ സംഖ്യ. ഡെൻബർ നമ്പർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നമ്മുടെ സൗഹൃദ വലയം രൂപപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് അദ്ദേഹം നിർവചിച്ചിരിക്കുന്നത്. ആദ്യം ഇന്റിമേറ്റ് സുഹൃത്തുക്കൾ 1.5 എണ്ണമാണ് അതിലുള്ളത്. ഓർക്കുക, 2 തികച്ചില്ല. ജീവിത പങ്കാളിയാണ് ഈ ക്ലോസ് ബബിളിൽ വരിക. ഡെൻബറിന്റെ ഈ സിദ്ധാന്തം ശരിയാകാനാണ് സാധ്യത. അവിഹിതമൊക്കെ ജീവിത പങ്കാളി കൈയോടെ പിടിക്കാൻ കാരണം ഈ ബബിളിൽ ഒരേ സമയം 2 പേർ സാധ്യമല്ല എന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇന്റിമേറ്റ് സുഹൃത്തുക്കളുടെ ലെയറിന് തൊട്ടുപുറത്ത് നിൽക്കുന്നവരാണ് ആത്മസുഹൃത്തുക്കൾ. അത് പരമാവധി 5 വരെയാകുമെന്നാണ് ഡെൻബറിന്റെ തിയറി. ആത്മസൗഹൃദത്തിന് ഡെൻബർ നൽകുന്ന നിർവചനം ഇങ്ങനെയാണ്: നമ്മുടെ സങ്കടങ്ങളിൽ താങ്ങായി നിൽക്കുന്നവരാണവർ. ഷോൾഡേഴ്സ് ടു ക്രൈ ഓൺ ഫ്രണ്ട്ഷിപ്സ് എന്നാണ് അദ്ദേഹം ഈ വിഭാഗത്തെ നിർവചിച്ചിരിക്കുന്നത്. നാം തകർന്നു പോകുന്ന ഘട്ടങ്ങളിൽ നമ്മെ സഹായിക്കാൻ മറ്റെല്ലാം മാറ്റിവെച്ച് ഓടിയെത്തുന്ന ചങ്ങാതിമാർ, നമുക്കൊന്ന് തോളിൽ തലചായ്ച്ച് കരയാനുള്ള അടുപ്പമുള്ളവർ. തൊട്ടടുത്ത ലെയറിലുള്ളവരാണ് ബെസ്റ്റ് ഫ്രണ്ട്സ്. നേരത്തെ പറഞ്ഞ ആത്മസുഹൃത്തുക്കളായ 5 പേരും പിന്നെ ഒരു 10 പേരും ചേരുമ്പോഴാണ് ഈ ഉറ്റ സുഹൃത്തുക്കളാകുന്നത്. അങ്ങനെ ആകെ 15 പേർ. നാം സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടുന്നത് അവരോടൊപ്പമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വസിച്ചേൽപ്പിക്കാൻ കഴിയുന്ന കൂട്ടുകാരും ഇതാണെന്ന് ഡെൻബർ ഓർമ്മിപ്പിക്കുന്നു. അടുത്ത ലെയറിൽ വരുന്നവരാണ് നല്ല സുഹൃത്തുക്കൾ, ഗുഡ് ഫ്രണ്ട്സ്. അത് പരമാവധി 50 വരെ പോകും. വിരുന്നുകൾക്കും ചടങ്ങുകൾക്കും ഒക്കെ ക്ഷണിക്കപ്പെടുന്നത് ഈ സംഘത്തിൽപ്പെട്ടവരെയാണ്. അതിന് പുറത്തുള്ള ലെയറിൽ വരുന്നത് വെറും സുഹൃത്തുക്കൾ. 150 പേരാണ് ഈ ലെയറിൽ വരുന്നത്. വിവാഹം, മരണം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയവയ്ക്ക് എത്തുന്നവരാണവർ. ഇത്രയും പേരാണ് ഈ 150 എന്ന ഡെൻബർ സംഖ്യയിൽ പെടുന്നവർ. പിന്നെയുള്ളത് പരിചയക്കാരാണ്. അത് ഏകദേശം 500ഓളം പേർ വരും. പിന്നെ പേരറിയുന്നവർ. ഇത് 1500 വരെ ആകാമെന്നാണ് ഡെൻബറിന്റെ സിദ്ധാന്തം. പരിചയക്കാരൻ എന്ന നിലയിൽ നിന്ന് ഒരാൾ ബെസ്റ്റ് ഫ്രണ്ടിന്റെ സർക്കിളിലേക്ക് എങ്ങനെയാണ് വരിക? അത് ഏറെ അധ്വാനമുള്ള പണിയാണ്. ഒരു സൗഹൃദവും വെറുതെ ഉണ്ടാകുന്നതല്ല, പണിയെടുത്തുണ്ടാക്കുന്നതാണ്. ഡെൻബർ സിദ്ധാന്തം അനുസരിച്ച് 200 മണിക്കൂർ പ്രയത്നമുണ്ടെങ്കിലേ ഒരു പരിചയക്കാരൻ നമ്മുടെ ഉറ്റ ചങ്ങാതിയായി മാറൂ. ഒരാളെ ആദ്യമായി കണ്ടത് മുതൽ ഏകദേശം 40-50 മണിക്കൂർ ഒന്നിച്ച് ചിലവഴിക്കുമ്പോഴാണ് അയാൾ കേവലം പരിചയക്കാരൻ എന്ന നിലയിൽ നിന്ന് ഒരു സാധാരണ സുഹൃത്ത്, കാഷ്വൽ ഫ്രണ്ടായി മാറുന്നത്. അത് കഴിഞ്ഞ് പിന്നെയും ഒരു 80-100 മണിക്കൂർ ഒന്നിച്ച് ചിലവഴിക്കാൻ കഴിയുന്നെങ്കിൽ മാത്രമേ നല്ല സുഹൃത്തായി മാറൂ. ഉറ്റ സുഹൃത്തായി മാറണമെങ്കിൽ 200 മണിക്കൂറെങ്കിലും ഒന്നിച്ച് ചിലവഴിക്കാൻ കഴിയണം. നമുക്ക് മാത്രമല്ല, മറുവശത്ത് നിൽക്കുന്ന ആളിനും കൂടി അത് തോന്നണം, കഴിയണം. 200 മണിക്കൂർ വെറുതെ ഒരു മുറിയിലങ്ങ് ഇരുന്നാൽ പോരാ. അതൊരു ക്വാളിറ്റി ടൈം സ്പെൻഡിംഗ് ആയി ഇരു കൂട്ടർക്കും തോന്നണം. ഹൃദയം തുറന്ന് സംസാരിക്കാൻ കഴിയണം, തമാശകൾ പങ്കുവയ്ക്കാൻ കഴിയണം, ഒന്നിച്ച് യാത്ര ചെയ്യാനും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനും കഴിയണം, തോന്നണം. ഏതാനും വർഷങ്ങളെടുത്ത് ഈ 200 മണിക്കൂർ തികച്ചാലൊന്നും പോരാ. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഈ സമയം ചിലവഴിക്കാൻ കഴിയുമ്പോഴാണ് ആത്മബന്ധം ദൃഢമാകുന്നത്. ഒരാളുമായി എത്രത്തോളം വേഗത്തിലും ആഴത്തിലും സൗഹൃദമാകുമെന്ന് തീരുമാനിക്കപ്പെടുന്നതിന് ഡെൻബർ 7 ഘടകങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇതിനെ 7 പില്ലേഴ്സ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്നാണ് നിർവചിച്ചിരിക്കുന്നത്. ഒരേ ഭാഷ സംസാരിക്കുന്നവർ, ഒരേ നാട്ടിൽ ഒരുമിച്ച് വളർന്നവർ, ഒന്നിച്ച് പഠിച്ചവരോ ഒരേ തൊഴിൽ മേഖലയിലോ ഉള്ളവർ, ഒരേ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ, ഒരേ ലോകവീക്ഷണവും സാമൂഹ്യ വീക്ഷണവും ഉള്ളവർ, സമാനമായ സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ളവർ, സമാനമായ സംഗീതാഭിരുചിയുള്ളവർ. ഇങ്ങനെ 7 ഘടകങ്ങളാണ് ഡെൻബർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ ഒരേ തരത്തിലുള്ള സംഗീതാഭിരുചി വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഡെൻബർ നിരീക്ഷിക്കുന്നു. ഈ തൂണുകളിൽ എത്ര എണ്ണം തമ്മിൽ പൊരുത്തപ്പെടുന്നുവോ അത്രയും ആഴത്തിൽ സൗഹൃദം സാധ്യമാകും. ഈ 7 തൂണുകളിൽ ഏതെങ്കിലും 3 എണ്ണം ഒത്തു വന്നാൽ അതൊരു സൗഹൃദം രൂപപ്പെടുന്നതിലേക്ക് നയിക്കുമെന്നാണ് ഡെൻബർ പറയുന്നത്. ഇനി ആലോചിക്കൂ, നാം ഉറ്റ സുഹൃത്തുക്കൾ എന്ന് കരുതപ്പെടുന്നവരില്ലേ? അവരുമായി ഈ 7 എണ്ണത്തിൽ ഏതെല്ലാം കാര്യങ്ങളിലാണ് നാം ഒത്തുപോകുന്നത്? നല്ല സൗഹൃദത്തെ ആത്മാവിന്റെ ഭാഗമായി കൊണ്ടു നടക്കുന്നത് പോലെ പ്രധാനമാണ് ടോക്സിക് ഫ്രണ്ട്ഷിപ്പിൽ നിന്ന്, വിഷലിപ്തമായ സൗഹൃദങ്ങളിൽ നിന്ന് എത്രയും വേഗം പുറത്തു കടക്കുന്നതും. നല്ല സുഹൃത്തുമൊത്ത് സമയം ചെലവഴിക്കുമ്പോൾ നമുക്ക് സുരക്ഷിതത്വം അനുഭവപ്പെടും, പരിഗണന ലഭിക്കും, ആത്മാഭിമാനം സംരക്ഷിക്കപ്പെടും. നല്ല സൗഹൃദങ്ങൾ നമ്മെ പോസിറ്റിവിറ്റിയുടെ ഊർജ്ജവലയത്തിലാക്കും. അതേസമയം ടോക്സിക് ഫ്രണ്ട്ഷിപ്പുകളോ അത്
നമ്മുടെ ആത്മാഭിമാനത്തെ സദാ മുറിവേൽപ്പിച്ചുകൊണ്ടേയിരിക്കും. പരസ്പര ബഹുമാനത്തോടെയുള്ള ആശയവിനിമയത്തെക്കാൾ തർക്കവും പരിഹാസവും അധിക്ഷേപവും ഒന്നിച്ചുള്ള സമയം അപഹരിക്കും. ഒരു സൗഹൃദം മാനസികമായി തളർത്തുകയോ ആശങ്കാകുലനാക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തുടർന്നു പോകുന്നതിനെ കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ടതുണ്ട്. നാം ഒരാളുടെ നല്ല സുഹൃത്താവുക എന്ന് പറഞ്ഞാൽ ആ സുഹൃത്തിന്റെ വ്യക്തിത്വത്തെയും അന്തസ്സിനെയും അഭിരുചിയെയും ആത്മാഭിമാനത്തെയും ബഹുമാനിക്കാനും അംഗീകരിക്കാനും നാം തയ്യാറാകണം. അഭിപ്രായങ്ങളിലും നിലപാടുകളിലുമുള്ള വിയോജിപ്പുകൾ അന്തസ്സായി വിനിമയം ചെയ്യാൻ കഴിയണം. ശക്തവും ദൃഢവുമായ സൗഹൃദങ്ങൾ മാനസികാരോഗ്യത്തെ കരുത്തുറ്റതാക്കുകയും നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ശരിയായ സുഹൃത്തുക്കൾ നമ്മെ ഏറ്റവും മികച്ച വ്യക്തിയാകാൻ സഹായിക്കുന്നു. അത്തരം സൗഹൃദങ്ങളാണ് ആരും കൊതിക്കുന്നത്. എന്നാൽ അത്തരം സൗഹൃദങ്ങളൊന്നും സ്വയംഭൂവായി ഉണ്ടാകില്ലെന്നും നന്നായി പ്രയത്നിച്ചുണ്ടാക്കിയെടുക്കേണ്ടതാണെന്നും റോബിൻ ഡെൻബർ ശാസ്ത്രീയ പഠനങ്ങളിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. അപ്പോ ഇനിയൊരു പേനയും പേപ്പറും എടുത്ത് എഴുതി തുടങ്ങൂ. എത്ര ആത്മസുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ട്? എത്ര ഉറ്റ ചങ്ങാതിമാരുണ്ട്? അതോടൊപ്പം ഈ ഭൂമിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ എത്ര പേരുടെ ആത്മസൗഹൃദ വലയത്തിൽ, എത്ര പേരുടെ നല്ല സൗഹൃദ വലയത്തിൽ, എത്ര പേരുടെ ഉറ്റ ചങ്ങാതിമാരുടെ വലയത്തിൽ നാം ഉൾപ്പെടുന്നു എന്നുകൂടി സ്വയം വിലയിരുത്താനും ഈ സന്ദർഭം ഉപയോഗപ്പെടണം. ഡെൻബർ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഈ പുസ്തകത്തിൽ പറയുന്ന നിയമങ്ങൾ ബോധപൂർവം നടപ്പാക്കാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ക്രമങ്ങളെല്ലാം തകിടം മറിയുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. നമ്മുടെ സൗഹൃദങ്ങൾ രൂപപ്പെട്ടത് എങ്ങനെയെന്നതിന്റെ ശാസ്ത്രീയ വശം മനസ്സിലാക്കാനാണ് ഈ പുസ്തകം സഹായിക്കുക. അതല്ലാതെ സൗഹൃദമുണ്ടാക്കലിന്റെ കൈപ്പുസ്തകമായി തന്റെ പുസ്തകം ഉപയോഗിക്കുന്നത് ഗുണം ചെയ്യില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്നും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നല്ല നമസ്കാരം.